വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു തുർക്കിഷ് ഡെസേർട്ടാണ് കേട്ടോ ഇത്. ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സിമ്പിളുമാണ്, നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു ഡെസേർട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു മോൾഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ ചതുരത്തിലുള്ള ഒരു ടൈപ്പ്, ആ ചതുരത്തിലുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി. എന്നിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആദ്യം എല്ലാ ഭാഗത്തേക്കും ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. ആദ്യം ഞാൻ അരക്കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും, പിന്നീട് ഞാൻ വീണ്ടും ഒരു അരക്കപ്പ് കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ ടോട്ടൽ ഇതിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. അത് മൊത്തത്തിൽ ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്തിട്ട് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സംഭവം റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അതൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങളിപ്പോൾ 1 ലിറ്റർ പാൽ വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാം ഇതിൻ്റെ ഡബിളായിട്ട് എടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മൈദയാണ്. 1/2 കപ്പ് മൈദ, 1/2 കപ്പ് പഞ്ചസാര, സെയിം അളവിൽ തന്നെ 1/2 കപ്പ് മൈദയുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോഴൊന്നും നമ്മൾ നേരിട്ട് തീയിലേക്ക് വെക്കരുത്. ഇത് നന്നായിട്ട് ആ മൈദയുടെ കട്ടകളൊക്കെ ഉടച്ചതിന് ശേഷം നല്ല സ്മൂത്തായിട്ട് വേണം സ്റ്റൗവിലേക്ക് വെക്കാനായിട്ട്. ഇപ്പോൾ അത് നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് ചെറിയ തീയിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്യാൻ മറക്കരുത്, തുടരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇതിങ്ങനെ ഇളക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. മൈദയൊക്കെ ചേർത്തതല്ല, അപ്പോൾ ഇതിങ്ങനെ കുക്കാവുന്ന സമയത്ത് അടി പിടിക്കും. അതുപോലെ തന്നെ ചെറിയ തീയിലായിരിക്കാനും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും തിക്കായി വരുന്നുണ്ട്. എന്ന് തിക്കായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുക. അൺസാൾട്ടഡ് ബട്ടർ ആട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്, 1 ടേബിൾ സ്പൂണ്. അത് ചേർത്തിട്ട് അത് മെൽട്ടാവുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒന്നുകൂടെ നന്നായിട്ടൊന്ന് തിക്കാവുന്ന വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട പെട്ടെന്ന് തന്നെ അടി പിടിക്കും. അപ്പോൾ ഇത്രയും മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വാനില ഫ്ലേവറും കൂടെ വരുമ്പോഴാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക. എന്നിട്ട് ആ ചൂടോടുകൂടെ തന്നെ ഈ ഒരു നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നിരത്തി വെച്ചതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ചൂടാറാൻ വെയിറ്റ് ചെയ്താൽ ആ പാത്രത്തിൽ കിടന്നിട്ട് തന്നെ അത് സെറ്റായി വരും. പിന്നെ ഇപ്പോൾ ഇത് ചൂടോടുകൂടെ ഒഴിച്ചിട്ട് തന്നെ ഇത് സെറ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. എന്നിരുന്നാലും സ്പാച്ചിൽ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കൊന്നും ആക്കി കൊടുത്തിട്ടുണ്ട്. അത് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വേറൊരു ബൗളിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് കറക്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ മാംഗോ ഫ്ലേവറിലുള്ള അതൊരു 2-3 ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മാംഗോ ഫ്ലേവറിലുള്ള ക്രീമായിട്ട് കിട്ടാം. നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടം ആ ഫ്ലേവറിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ആ ക്രീം ഞാൻ നന്നായിട്ട് തന്നെ ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ക്രീം നമുക്ക് ഇത് നന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. ഒരുപാട് ഫിനിഷിങ് ചെയ്തെടുക്കണമെന്നൊന്നുമില്ല, എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ക്രീമായിട്ട് ആക്കി കൊടുത്താൽ മതി. 1/2 കപ്പ് ഇതിലേക്ക് കറക്റ്റാണ്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കൊന്ന് ജസ്റ്റ് ഈ സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് ലെവലാക്കി എടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഏത് നട്സാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള നട്സ് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. നട്സോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിവിടെ ബദാമാണ് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ആയതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സെറ്റായതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ മെല്ലെ എടുത്തിട്ട് റോൾ ചെയ്തെടുക്കുക. സെൻറ്ററും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ അങ്ങ് റോൾ ചെയ്തിട്ട് എടുക്കുക. നമുക്ക് എത്ര ഗസ്റ്റുകളുണ്ടോ അവർക്കൊക്കെ ഓരോ പീസായിട്ട് നമുക്ക് സെർവ് ചെയ്യാം, ഡെസേർട്ടായിട്ട് സെർവ് ചെയ്യാം. ആ രീതിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പം കേക്ക് ഉണ്ടാക്കുന്ന പണി, കേക്കിനൊക്കെ പകരമായിട്ട് നമുക്ക് ഡെസേർട്ടായിട്ട് അതല്ലെങ്കിൽ പുഡിങ്ങിന് പകരമായിട്ടൊക്കെ നമുക്ക് സെർവ് ചെയ്യാവുന്ന ഐറ്റമാണ്. അപ്പോൾ ഇതുപോലെ റോൾ ചെയ്തെടുത്താൽ മതി. കാണാനും വെറൈറ്റിയാണ്, കഴിക്കാനും ടേസ്റ്റാണ്. ഇങ്ങനെ ചുരുട്ടിയെടുക്കുന്ന സമയത്ത് ആ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്നുകൂടെ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കണ്ടോ, നല്ല പഞ്ഞി പോലെ കാണാൻ നല്ലൊരു ലുക്കില്ലേ. അതിൻ്റെ മുകളിൽ ഞാൻ ഫോട്ടോ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റിൻ്റെ സ്പ്രിങ്കിൾസ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ചെറിയോ അല്ലെങ്കിൽ എന്താ പറയുക വല്ല നട്സോ ഒക്കെ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കാണാനും ലുക്കാണ്, അതുപോലെ ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.